സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. നരേന്ദ്രമോദിക്ക് പ്രയാസമുണ്ടാകാത്ത കേസുകളിൽ മാത്രമാണ് നിഷ്പക്ഷ വിധി ഉണ്ടാകുന്നത് എന്നാണ് MA ബേബി പറഞ്ഞത്. ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയത് അപമാനകരമാണ്. സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. വിമർശനത്തിന്റെ പേരിൽ കേസെടുത്താലും പ്രശ്നമില്ലെന്നും MA ബേബി പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങൾ നൽകാനുണ്ട്. സജോ, സുപ്രീം കോടതിയെ, രാജ്യത്തെ പരമോന്നത നീതിന്യായ സംവിധാനത്തെ ഇത്ര രൂക്ഷമായി MA ബേബി വിമർശിച്ചത് എവിടെയാണ്? എന്താണ് അദ്ദേഹത്തിന്റെ വിമർശനത്തിന്റെ കാതൽ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സജോ. കൃഷ്ണൻ, കണ്ണൂരിൽ ഇടത് അധ്യാപക സംഘടനയായ KSTA സംഘടിപ്പിച്ച പൂർവാധ്യാപക സംഗമം അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സെമിനാറുകളും സംഗമങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൂരിൽ സംഘടിപ്പിച്ച പൂർവാധ്യാപക സംഗമത്തിലാണ് സുപ്രീം കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നടത്തിയത്. സുപ്രീം കോടതിയോട് നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. സുപ്രീം കോടതി വിധികൾ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും പ്രയാസം ഉണ്ടാക്കാത്തതാണ്. ഇടയ്ക്ക് ചില കേസുകളിൽ നിഷ്പക്ഷ വിധി ഉണ്ടാകും. പക്ഷേ അത്തരം വിധികൾ പോലും മോദിക്ക് പ്രയാസം ഉണ്ടാക്കാത്ത വിധികളാണ്. അദാനിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വാദി പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതേണ്ടി വരും. ഭരണഘടനയുടെ 370 വകുപ്പ്, അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അപമാനകരമാണ് എന്നുകൂടി അദ്ദേഹം കടത്തിപ്പറയുകയാണ്. വിമർശനത്തിന്റെ പേരിൽ തനിക്കെതിരെ കേസ് വന്നാലും, അതായത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാലും താൻ അത് പ്രശ്നമാക്കുന്നില്ല, കാര്യമാക്കുന്നില്ല എന്നുകൂടി പറയുകയാണ്. സുപ്രീം കോടതിക്കെതിരെ സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, മുതിർന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്ന അതിരൂക്ഷ വിമർശനമാണ്. അത് അദ്ദേഹം സമീപകാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ, ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, BJP ഭരണത്തിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ സുപ്രീം കോടതി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്നു എന്ന് സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു വാദമുഖം അദ്ദേഹം തുടർച്ചയായി നിരത്തിക്കൊണ്ടാണ് ഇത്തരം രൂക്ഷമായ വിമർശനം അദ്ദേഹം നടത്തുന്നത്. അത് ഏതായാലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ പരിധിയിൽ കൂടി വരുന്ന ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിക്കെതിരെ അതിരൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു MA ബേബി.